ഇവിടെ നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ പാവപ്പെട്ട ആൾക്കാരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി ഫണ്ട് പിരിവ് നടത്തുകയും ആ ഫണ്ട് എവിടേക്ക് പോയി എന്ന് പോലും അറിയാതെ മേലോട്ടും നോക്കിയിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് നമ്മുടെ യൂത്ത് കോൺഗ്രസ്. ആ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിട്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിരുന്നത്. ഈ സമയത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വയനാടുള്ള യൂണിറ്റിലിട്ട് കസേര കൊണ്ട് എറിഞ്ഞു. ഇതൊക്കെ നടന്ന സംഭവമല്ലേ? അപ്പോൾ സ്വന്തം പാർട്ടിക്കുള്ളിൽ തന്നെ പ്രതിഷേധം ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ ഈ സാരോപദേശകൻ്റെ സാരോപദേശമൊക്കെ കൊള്ളാം, പക്ഷേ കയ്യിലിരിപ്പ് അത്രയ്ക്ക് നന്നല്ല ഈ സാരോപദേശകൻ്റെ എന്നുള്ള കാര്യം കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നത് കുറേ സൗത്ത് കൊറിയയിലും നോർത്ത് കൊറിയയിലുമുള്ള ഫേസ്ബുക്ക് ജീവികളും അതോടൊപ്പം തന്നെ ഏതോ ചൈനീസുകാരും ഒക്കെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ എടുത്തുയർത്തിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ തന്നെയുമല്ല, ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത കാര്യം, ഇനിയും SFIക്കാർ അങ്ങനെ അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലേൽ എന്ത് സംഭവിക്കുമെന്നറിയാമോ? നിയമം കയ്യിലെടുത്ത് പണ്ട് വിജയനുള്ള കാലത്തെ ഗുണ്ടായിസവുമായി ഇറങ്ങിയാൽ വലിയ സംഭവം കേട്ടോ. അടക്കിയിരുത്താൻ ഇവിടെ ഒരു സർക്കാരുണ്ട്, ജനങ്ങളുടെ സർക്കാർ എന്നാണ് പറയുന്നത്. അതായത് പണ്ട് ഈ ഗുണ്ടായിസ് അല്ലാതെ നിയമം കയ്യിലെടുത്താൽ, അതോടൊപ്പം തന്നെ പണ്ട് വിജയനുള്ള കാലത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിട്ടാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വിജയൻ എന്നുള്ള കാലം എടുത്തത്. അവിടെ ഗുണ്ടായിസവുമായി ഇറങ്ങിയാൽ അടക്കിയിരുത്താൻ ഇവിടെ ഒരു സർക്കാരുണ്ട്, ഒരു ചുക്കും ചെയ്യില്ലെന്നേ. ഏത് സർക്കാർ? ഒരു നിലപാടില്ലാത്തതിനെയാണോ നിങ്ങൾ സർക്കാർ എന്ന് വിളിക്കുന്നത്? അതന്നെയല്ല, ആരെ ഉദ്ദേശിച്ച? രമേശ് ചെന്നിത്തലയോ? രമേശ് ചെന്നിത്തല ഉദ്ദേശിച്ചിട്ടാണോ ഇവിടെ സർക്കാരുണ്ടെന്ന് പറയുന്നത്? അതോ VD സതീശനെ ഉദ്ദേശിച്ചിട്ടാണോ സർക്കാരുണ്ടെന്ന് പറയുന്നത്? വഴിയെ കിടക്കുന്നതല്ലേ ഉള്ളൂ കാണാൻ. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള സകല കോൺഗ്രസ്സുകാരും പെണ്ണ് പിടിച്ചിട്ടുള്ള കഥകൾ മുഖ്യ സർക്കാർ എന്ന് പറയുന്നതാവും ശരി. അങ്ങനെ പറയേണ്ട ഒരു ഗതികേടിലേക്ക് പോവും നമ്മുടെ കേരളം സമീപ ഭാവിയിൽ. അതിനുള്ള തുടക്കം കണ്ടു കഴിഞ്ഞു. അഡ്വക്കേറ്റ് ദീപ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു അഭിഭാഷക ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു അതിജീവതയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ഗർഭഛിദ്രം നടത്തുകയും ചെയ്ത ഒരു അതിജീവത, അവരെ രതിജീവത എന്ന് വിളിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ ഈ പറയുന്ന തൻ്റെ ഇടമുള്ള നട്ടലിലുള്ള ജനങ്ങളുടെ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയോടൊരു ചോദ്യം ചോദിക്കുന്നു. അത് സ്ഥിരമായി സംഭവിക്കുന്നതല്ലേ, ശ്രദ്ധയിൽപ്പെട്ട നടപടി എടുക്കാം ഒറ്റ വാചകത്തിൽ മറുപടി അവസാനിപ്പിച്ചിട്ട് കടന്നുപോയ VD സതീശൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശനെയാണോ നിങ്ങൾ ഈ ജനകീയ സർക്കാർ എന്ന് പറയുന്നത്?